ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായിരുന്ന CK വിനീത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെയധികം സജീവമാണ്. അതായത് കഴിഞ്ഞ 2 മത്സരങ്ങളും വീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. അടുത്ത മത്സരത്തിലും അദ്ദേഹം ഉണ്ടാകും. മഞ്ഞപ്പട ഉൾപ്പെടെയുള്ള ആരാധക കൂട്ടായ്മകളുടെ ബഹിഷ്കരണത്തിനെതിരെ CK വിനീത് സംസാരിക്കുകയും ചെയ്തിരുന്നു. വീണ്ടും അദ്ദേഹം ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ക്ലബിനെതിരെ ബഹിഷ്കരണം നടത്തരുത്, അത് പാടില്ല, അത് ക്ലബിനെ ദുർബലപ്പെടുത്തും, മറിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെതിരെയാണ് പ്രതിഷേധം ഉയരേണ്ടത് എന്നൊക്കെയാണ് CK വിനീത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇങ്ങനെയാണ്: കഴിഞ്ഞ ഒരു ദശാബ്ദത്തിൽ ISL ഇന്ത്യൻ ഫുട്ബോളിന് ഒരു മേൽവിലാസം സൃഷ്ടിച്ചെങ്കിലും അധികാരത്തിലുള്ളവരുടെ കെടുകാര്യസ്ഥതയും പൊരുത്തക്കേടുകളും സാമ്പത്തിക പരിമിതികളും ലീഗുകളുടെ അൺസർട്ടനിറ്റിയും ഇന്ത്യൻ ഫുട്ബോളിനെ ദുർബലമാക്കുന്നു. ഈ വർഷം ലീഗ് നടക്കുമോ എന്ന കാര്യത്തിൽ പോലും ഉണ്ടായ അൺസർട്ടനിറ്റി ഈ സംവിധാനത്തിന്റെ ദുർബലതയെ തുറന്നു കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ ക്ലബ്ബുകളുടെ പിന്മാറ്റവും കാണികളുടെ കൊഴിഞ്ഞുപോക്കും പോലെയുള്ള തുടർച്ചയായ ആഘാതങ്ങളെ ഉൾക്കൊള്ളാൻ ഈ സംവിധാനം ശക്തമല്ല. തുടർച്ചയായ മോശം പ്രകടനങ്ങളും മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമില്ലായ്മയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സമീപവും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കായിക രംഗം ഇപ്പോഴും സ്ഥിരതയുള്ള ഒരു അടിത്തറ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയിൽ പ്രതിഷേധത്തിന്റെ രീതി നിർണായകമാണ്. സ്ഥിരതയുള്ള ഫുട്ബോൾ രാജ്യങ്ങളിൽ ബഹിഷ്കരണം കൂടുതൽ ഫലപ്രദമായേക്കാം, എന്നാൽ ഇവിടെ അത് കൂടുതൽ ദുർബലത സൃഷ്ടിക്കാൻ ഇടയായേക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധക പിന്തുണ കുറയുമ്പോൾ അത് ക്ലബിന്റെ വരുമാനത്തെ മാത്രമല്ല, ക്ലബിന്റെ ആത്മാവിനെയും നാളെ ഉണ്ടാകുമോ എന്ന് പോലും അറിയാത്ത ലീഗിന്റെ വിശ്വാസ്യതയെ തന്നെ അത് ബാധിക്കും. സ്പോൺസർമാരും ബ്രോഡ്കാസ്റ്റേഴ്സും ഇൻവെസ്റ്റേഴ്സും ഇത്തരം നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഇതിനകം തന്നെ അനിശ്ചിതത്വത്തിലായ ഒരു വിപണിയിൽ അസ്ഥിരതയുടെ ഏത് സൂചനയും വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇന്റർകാശി പോലുള്ള ക്ലബ്ബുകളെ ചുറ്റിപ്പറ്റിയുള്ള സമീപകാലത്തെ ചർച്ചകൾ ഈ സിസ്റ്റം എത്രത്തോളം ദുർബലമാണ് എന്നുള്ളത് എടുത്തു കാണിക്കുന്നു. പല സ്റ്റേഡിയങ്ങളും ഒഴിഞ്ഞു കിടക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും ശക്തമായ ആരാധക ശക്തികളിൽ ഒന്നറിയപ്പെടുന്ന കേരളത്തിലെ കാണികൾ തന്നെ പിന്മാറുമ്പോൾ അത് പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനാണ് സാധ്യത. പ്രതിഷേധങ്ങൾ അനിവാര്യമാകുമ്പോഴും അത് സംവിധാനത്തെ തന്നെ ദുർബലമാക്കുന്ന രീതിയിലാകരുത്. കൂടുതൽ ഉത്തരവാദിത്തപരമായും ദീർഘകാല ഫലങ്ങൾ കണക്കിലെടുത്തും മാറ്റം ആവശ്യപ്പെടുന്ന വഴികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ബഹിഷ്കരണത്തിന്റെ ഏറ്റവും നേരിട്ടുള്ള ആഘാതം അത് കളിക്കാരിലാണ് ഉണ്ടാവുക. ഗാലറികളുടെ ആവേശം ഇല്ലാതാകുമ്പോൾ ഹോം അഡ്വാൻറ്റേജ് തന്നെ ദുർബലമാകും. ഇത് കളിക്കാരുടെ ആത്മവിശ്വാസത്തെയും ക്ലബിനോടുള്ള ബന്ധത്തെയും വരെ സ്വാധീനിക്കും. മികച്ച താരങ്ങളെയും കോച്ചുകളെയും ആകർഷിക്കുന്നതിലും നിലനിർത്തുന്നതിലും ഇത് തടസ്സമാകും. ഈ ക്ലബ്ബുകളും ലീഗും നമ്മുടേതാണ്. അതിനെ സംരക്ഷിക്കുകയും അത് മെച്ചപ്പെടുത്താൻ സമ്മർദ്ദം ചെലുത്തുകയും തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് വേണ്ടത്. ഈ കൊടി ഉയരേണ്ടത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ആസ്ഥാനത്താണ്. ഇതാണ് CK വിനീത് പറഞ്ഞിട്ടുള്ളത്. അതായത് ക്ലബിനെതിരെ ബഹിഷ്കരണം നടത്തുന്നത് അത് കാര്യങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക, ക്ലബിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെതിരെയാണ് പ്രതിഷേധം നടത്തേണ്ടത് എന്നൊക്കെയാണ് CK വിനീത് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആരാധകരെ ആകർഷിക്കുക, ബഹിഷ്കരണം ഒഴിവാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ CK വിനീത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.